തിളക്കമാണല്ലോ, തിളങ്ങി വരുന്നുണ്ട്. പളാന്ന് തിളങ്ങുന്നുണ്ടല്ലോ. ഒരു വെറൈറ്റി ഉടുപ്പായി പോയി അല്ലേ? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ. ഇല്ല, ഈ ഒരു സ്റ്റൈലില് ഡിഫറെന്റ് ആയിട്ട് ഒരു സ്റ്റൈലിൽ ഇപ്പൊ ആദ്യമായിട്ടാണ്. സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും ചെയ്താണോ? അനുഷ്ക ചേച്ചിയമ്മ. നല്ല രസമുണ്ട്. നിങ്ങൾ രണ്ടുപേരും നല്ല രസമുണ്ട് കാണാൻ. നമ്മളൊക്കെ നല്ലതാണോ പറഞ്ഞേ? സുന്ദരന്മാരും സുന്ദരിമാരും. അങ്ങനെയാണ്. കുഞ്ഞാരെ മാർക്ക് കുറയ്ക്കും ഞാൻ. ഞാൻ സമ്മതിക്കില്ല. മാർക്ക് നിങ്ങൾ കുറയ്ക്കാതിരിക്കാൻ ആളെ കൂട്ടിയാ വന്നിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഒരു മ്യൂസിക് ടീച്ചറിനെയും കൂട്ടിയാണ് വന്നിരിക്കുന്നത്. എന്നെ ആദ്യമായിട്ട് മ്യൂസിക് പഠിപ്പിച്ച ടീച്ചറാ. എന്താ ടീച്ചറുടെ പേര്? സിന്ധു ടീച്ചർ. എങ്ങനെയുണ്ട് പാട്ട് ക്ലാസ്സില് സുഭദ്ര? പെട്ടെന്ന് പഠിച്ചോളും. പെട്ടെന്ന് പഠിക്കും. പറഞ്ഞു കൊടുത്താൽ മതി. നമ്മള് ആണല്ലേ? ഭയങ്കര കുറുമ്പല്ലേ? കുറുമ്പുണ്ട്. കൂടെ ഉള്ള ആള് കുഞ്ഞേറ്റയുടെ കസിൻ ആണോ? ആ, എന്റെ കസിൻ അർച്ചന എന്നാ പേര്. അർച്ചന നന്നായി ഫോട്ടോ എടുക്കും. കൊള്ളാം. അപ്പൊ കുഞ്ഞാറ്റക്കിളി എന്തോ പെർഫോമൻസ് റൗണ്ട്. അതെ, ഏതാണ് പാട്ട്? പുതിയ രാഗം പുതിയ താളം. പുതിയ രാഗം പുതിയ താളം അതാണോ? അല്ല, പിന്നെ എങ്ങനെയാ? രാഗം പാടറാ. പുതിയ രാഗം. പ്ലീസ്. പുതിയ രാഗം. ആഹാ, കൊള്ളാലോ. ഡാൻസ് ഒക്കെ ഉണ്ട്. എല്ലാം സെറ്റാക്കിയാണ്. സെറ്റാക്കിയാ ചുമ്മാ ഉണ്ട്. വേഗം ഡീറ്റെയിൽസ് പറഞ്ഞു, എനിക്ക് കേൾക്കാൻ കൊതിയാവുന്നു. തന്നെയാണോ വേറെ ഡാൻസേഴ്സും ഉണ്ടോ കൂടെ? ഇല്ല, തന്നെ ഒറ്റയ്ക്ക് ഞാൻ പോരാടി ജയിക്കും. ആ പോരാട്ടം കാണാൻ ഞങ്ങൾക്ക് ധൃതിയായി. അതെ, ഡീറ്റെയിൽസ് പറഞ്ഞു. ഫിലിം ഹോട്ടൽ ഹൈ റേഞ്ച്, വർഷം 1968, മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ, ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, പാടിയത് എല്ലാർ ഈശ്വരി മാം. വെരി ഗുഡ്. താങ്ക് യു. ഇപ്പൊ പാടുന്നത് സുഭദ്ര ഉണ്ണികൃഷ്ണൻ കുഞ്ഞാറ്റ. ചാർജ് നിൽക്കാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
റിയൽ പെർഫോമൻസ്. എന്ത് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു പെർഫോമൻസ് റൗണ്ടിലെ ഏറ്റവും നല്ല പെർഫോമൻസ് Performance. താങ്ക് യു. യെസ്. ഇതാണ് മറ്റേ സ്വാമി അയ്യപ്പൻ സിനിമയിൽ പാടിയ കുട്ടി. ഹോ, എന്റെ അമ്മേ. ഇതാരാ? ഒരു രക്ഷയില്ല. താങ്ക് യു. കുറെ ടിഷ്യൂ മൊമെന്റ്സ് ഉണ്ട് കേട്ടോ. അതെ അതെ അതെ. ആദ്യം പുതിയ രാഗം അല്ലേ, ടിഷ്യൂ. പിന്നെ പുതിയ താളം, ടിഷ്യൂ. പിന്നെ പതയും കയ്യിലെ വൈൻ ഗ്ലാസ്, ടിഷ്യൂ. പിന്നെ ഞാൻ ഈ വീശം വലയിൽ ഞങ്ങളാണ് വീണത്, എന്നാലും ഒരു ഡബിൾ ടിഷ്യൂ. പിന്നെ ഉണരും തുമ്പികളില്ലേ, അത് ടിഷ്യൂ. ഇതൊരു പരിവർത്തനം മാത്രമല്ല, പരിവർത്തനത്തിന്റെ ആവർത്തനമാണ്. അതെ. അയ്യോ, എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് സംഭവം. അതുപോലെ ഒരു സംഭവമാണ്. ഇഷ്ടപ്പെട്ടു. അതാണ്. പരിവർത്തനത്തിന്റെ തനിയാവർത്തനം. കൊള്ളാം. ആവർത്തനം കൊണ്ട് പരിവർത്തനം കൊണ്ട് തനിയാവർത്തനത്തിന്റെ ആവർത്തനമായപ്പോൾ Yes. പരിവർത്തനം. മനസ്സിലായോ? ആ രീതിയിലാണ് പ്രവർത്തനം. ആ പ്രവർത്തനം. രണ്ടുപേരെ ഇഷ്ടപ്പെടുത്തി മൂർധന്യാവസ്ഥയിൽ നിർത്തിയിരിക്കുകയാണ്. ഇനി അവരെ നമ്മൾ എങ്ങനെ താഴെ ഇറക്കും നിന്റെ ഉദ്ദേശം? നർത്തനവും നന്നായിരുന്നു അല്ലേ? നർത്തനം ഓ, ശ്ശേ. ചളുവിന്റെ സംസ്ഥാന സമ്മേളനം. മനസ്സിലാക്കിയല്ലോ നിങ്ങൾ. മീനുട്ടാ, ഞാൻ മാത്രം നമ്മളെ പങ്കെടുത്തില്ല നമുക്ക് കേട്ടോ. അതിന്റെ റിയാലിറ്റി ചെക്ക് നല്ല ഉണ്ട്. ധാരണ. പക്ഷെ ഇന്നത്തെ നൃത്തം അതെ അതെ, ഒരു നർത്തനം. നൃത്തശാലയാക്കി മാറ്റി നമ്മുടെ Yes, yes, yes. ഇതുവരെ ഉണ്ടായിരുന്ന പെർഫോമൻസ് റൗണ്ടില് ഏറ്റവും Best ബെസ്റ്റ് പെർഫോമൻസ്. performance. ഇതാണ് പെർഫോമൻസ്. അതെ, Yes. ഇങ്ങനെയാണ് പെർഫോമൻസ് അല്ല കുഞ്ഞാനെ. ഇങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്. അത് എന്തൊരു നാച്ചുറൽ പെർഫോമറാണ്. എനിക്കറിഞ്ഞോളൂ ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ആരാ ഈ ഡാൻസിന്റെ പുറകിലുള്ള ചേച്ചി അതാണ് ഈ ഇതാണ് step. കൊള്ളാലോ. അപ്പൊ ഇത് വന്നത് വെരി ഗുഡ് ജിത, വെരി ഗുഡ് വെരി ഗുഡ്. അയ്യോ, എന്നിട്ട് ആ എക്സ്പ്രഷൻസ് ഇട്ടതോ എന്റെ കൂടെ, അതും ചിത പഠിപ്പിച്ചു തന്നെയാണോ? അല്ല അത് ഞാൻ അതൊക്കെ സ്വന്തം കയ്യിൽ അല്ലേ? അത് വന്നവാ. ഇങ്ങനെ ഒരു നോട്ടം, അതെ, ഒരു അതെ, അതെ, കള്ള അതെ. നോട്ടം, സൂപ്പർ ആയിരുന്നു അത് ആ സ്റ്റെപ്സിന്റെ കൂടെ. പുതിയ രാഗം, പുതിയ താളം, പുതിയ രംഗവിധാനം, പുതിയ കാമുകി തുടരൂ, നൃത്തം തുടരൂ. അത് മാത്രമല്ല, ഓരോ ബോഡി ലാംഗ്വേജിലെ ബോഡി ലാംഗ്വേജ് വളരെ അധികം നാച്ചുറൽ ഒരു ഇൻസ്റ്റിങ് Yes. വന്ന കാര്യം. ഒട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ട് Artificial തോന്നിയിട്ടില്ല. അല്ല. താങ്ക് യു. ഇതൊന്നും വേണമെന്ന് വെച്ച് ഞാൻ ചെയ്യുന്നതല്ല എന്ന് കരുതിക്കുട്ടി ശരിക്കും ജീവിക്കുകയായിരുന്നു. ജീവിക്കായിരുന്നു, മൊത്തം ജീവിക്കായിരുന്നു. അതെ. ദേവരായ മാസ്റ്റർ കേട്ടിരുന്നെങ്കിൽ അന്നേ ഇത് പഠിപ്പിച്ചേനെ. ആ ഡയറക്ടർ കണ്ടിരുന്നെങ്കിൽ അഭിനയിപ്പിച്ചേനെ. അതെ, എല്ലാം പ്രശ്നമായേനെ. നന്നായി അന്ന് കാണാത്തത്. അത് പ്രശ്നമാണോ? നല്ലതല്ലേ അല്ലേ? എല്ലാരും ഈശ്വരിയമ്മ പാടിയിരിക്കുന്ന വെബ്രാറ്റോ അല്ലേ, ഒരു അതെ. വാക്കിന്റെ അത് എവിടെയായിരുന്നു അത്? അത് അത് എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട്. അതെ 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 അതെ. അത് എല്ലായിടത്തും വെച്ച് ചാമ്പി. പുതിയ രംഗവിധാനം, പുതിയ കാമുകി തുടരൂ, നൃത്തം തുടരൂ. അത് correct ആയിരുന്നു. അതെ. താങ്ക് യു. കേടാ, ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ഓൺ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ. Yes. താങ്ക് യു സാർ, താങ്ക് യു. കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് ദിയക്കുട്ടിയുടെ ഓ ദിൽ രൂപ എന്റെ മനസ്സിലുണ്ട്. യെസ്. അതുപോലെ ദിൽ എടുത്തു രൂപ വെക്കാവുന്ന അത് വളരെ വളരെ ടഫ് സോങ് ആണ്. ഇത് വേറൊരു രീതിയിലും ടഫാണ്. കാരണം Yes. ഇത് ഈ ഒരു ഫ്ലേവർ വന്നില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇതാണ് പെർഫോമൻസ്. താങ്ക് യു. അടിവരയിട്ട് പറയാം, ഇതാണ് പെർഫോമൻസ്. കിടിലൻ. താങ്ക് യു. എനിക്ക് ആ ഡാൻസ് സ്റ്റെപ്പ് ഇട്ടത് മാത്രമല്ല, അതിന്റെ കൂടെയുള്ള എക്സ്പ്രഷൻസ് ഇല്ലേ, ഭയങ്കര രസം കാണാൻ വേണ്ടി. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല, വർണ്ണിക്കാൻ വാക്കുകളില്ല എന്ന് പറയില്ലേ, അതുപോലെ എനിക്ക് എന്താ പറയണ്ടേ മനസ്സിലാവണില്ല. മിടുക്കി. താങ്ക് യു ചേച്ചി. അതയും കയ്യിലുമായി ഗ്ലാസിൽ പവിഴമീനുകൾ പോലെ തുഴയും ചുണ്ടുകളെ, തുടുത്ത ചുണ്ടുകളെ. അടിപൊളി കേട്ടോ. അതിന്റെ കൂടെ ആ വിബ്രാറ്റോ കൊടുത്തത് വാസ് ആൻ എക്സ്ട്രാ ചെറി ഓൺ ടോപ്പ്. പിന്നെ ഒരു അവസാനം ഒരു വരി വന്നല്ലോ, അനുപല്ലവിയുടെയും ചരണത്തിന്റെ അവസാനം, ഞാൻ ഈ വലയിൽ വീഴ്ത്തും, ഞാനീ വീശും വലയിൽ വീഴും നിങ്ങൾ. ഓ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവിടെയുണ്ട് വിബ്രാറ്റോ അല്ലേ? അവിടെ വൈശാഖ് vibrato സാറാണ് അങ്ങനെ കട്ട് ചെയ്ത് ഒരു
എന്താ പറയാ ഒരു എക്സ്പ്രഷൻ ഇട്ട് പാടാൻ പറഞ്ഞു ആരാര് വൈശാഖ് സാർ. വൈശാഖിനൊരു വൈശാഖേട്ടനൊരു കിടിലൻ കൈ ഒരു ചെറിയ ചലഞ്ച് തരാം. ആ ഒന്ന് ജസ്റ്റ് ട്യൂൺ ഒന്ന് നമുക്ക് ട്വീക്ക് ചെയ്ത് പാടാൻ പറ്റുമോ നോക്കാം. ഞാനീ വീശും വലയിൽ വീഴും ഞങ്ങൾ, ഞാനീ വീശും വലയിൽ വീഴും 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 നിങ്ങൾ. നിങ്ങൾ. പ്ലേബാക്ക് സിംഗർ ആവുമ്പോലെ അപ്പൊ പെട്ടെന്ന് ഒരു ട്യൂൺ ഒക്കെ പഠിച്ചു കഴിഞ്ഞു പക്ഷെ പെട്ടെന്ന് ആ കമ്പോസർ പറയാണ് അതല്ല അതിന്റെ ട്യൂൺ അതിങ്ങനെ മാറ്റിയേക്കാം. മാറ്റിയെടുക്കാന്ന് പറയും. ഇങ്ങനെ മാറ്റി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പഠിച്ചു പാടണ്ടേ. ആ നാളത്തെ വലിയ പാട്ടുകാരിയല്ലയോ. ട്രെയിനിങ്ങിന്റെ ഭാഗമായിരുന്നു ഇതൊക്കെ കേട്ടോ. ട്രെയിനിങ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്തതാ. മിടുക്കി. താങ്ക് യു. സത്യത്തിൽ താൻ ആരുവാ ആരുവാ താൻ ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ പാടുണ്ടോ? കൊള്ളാം. താങ്ക് യു. ഇപ്പൊ ഇത് പെർഫോമൻസ് റൗണ്ട് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ ഒരു നല്ല പെർഫോമൻസ് കണ്ടത് ഇന്നാണ് താങ്ക് യു സാർ. കേട്ടോ. അത് നല്ല ഗ്രേസ്ഫുൾ ആണ്, ആ മൂവ്മെന്റ്സ് നല്ല രസമുണ്ട് കാണാൻ. താങ്ക് യു. അപ്പോ അതുപോലെ തന്നെ എല്ലാരും ഈശ്വരി അമ്മയുടെ പോലെ തന്നെ അതുപോലെ ഒപ്പിയെടുത്ത് എടുത്ത് പാടി. ഇതൊക്കെ എങ്ങനെ സാധിക്കണെന്റെ ഇഷ്ടാ. അങ്ങനെ വന്ന് പോകുന്ന സാറേ. വന്നപ്പോ തന്നെ ഇന്ന് നല്ല കോൺഫിഡൻസിലാ വന്നത്. അല്ല, നിങ്ങൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ തുടങ്ങിയത്. കൊള്ളാം, സൂപ്പർ. താങ്ക് യു. താങ്ക് ഞങ്ങൾ യു. വളരെ വളരെ ഹാപ്പിയായി ഇത് കണ്ടിട്ട്. താങ്ക് യു സാർ. ഒരു എനർജി ഒക്കെ കേറി ഇപ്പൊ ഞങ്ങൾക്ക്. അപ്പൊ എന്തായാലും ഇനി എന്താണ് സന്തോഷമായി. സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. യെസ്. സുഷേ ആ കുറെ നോട്ട്സ് വായിച്ചില്ലേ ഇടയ്ക്ക്, അത് ഭയങ്കര രസമായിരുന്നു. അതാണ് കുഞ്ചേട്ടാ എന്തോ മാർക്ക് വേണ്ടേ? ആ വേണം. ഈ റോക്കറ്റിലുണ്ട് മാർക്ക്. കറക്റ്റ് ഇവിടെ എത്തി. അതവിടെ എത്തൂല, അതുകൊണ്ട് മിനുട്ടി വാങ്ങിച്ചോളൂ. റോക്കറ്റിന് ചുവന്നു. ഒന്ന് എറിഞ്ഞു അയ്യോ നോക്കിയേ. എറിഞ്ഞു നോക്ക്, എനിക്കൊന്ന് try ചെയ്ത് ഒരു നോക്ക്. ആശ അവിടെ കാണാൻ. ഇറങ്ങി എടുക്കേണ്ടി വരും എനിക്കത്. ആ റോക്കറ്റ് വിടുന്നത് ലോഞ്ചിങ് സ്റ്റേഷൻ മധുബാലകൃഷ്ണൻ. പ്രോ ആട്ടോ. ഇതന്നായിരുന്നു പണി. ട്രയൽ നടത്തി നോക്കാം. റെഡി. അത് പൊളിച്ച്. പണ്ടേ ഉള്ളൊരു ശീലാണേ, കറക്റ്റ് ആയിട്ട് എത്തിയില്ല അവിടെ. എന്നാൽ എന്റെ മതങ്ങൾ അത് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അത് തകർത്തു. അല്ല, കൺഗ്രാറ്റുലേഷൻ. നോട്ട് ദ പോയിന്റ്, ശീലം. Not the point. അതെ. കൊറേ എക്സ്പീരിയൻസ് ഉണ്ട് അത് അങ്ങനെ വെച്ചിട്ട്. മതിലിൽ നിന്ന് മതിലിലേക്ക് റോക്കറ്റ് എറിഞ്ഞ് പോയി. കടന്നു ചിന്തിച്ചില്ലായിരുന്നു. നോക്കാം നമുക്ക്. തുറക്ക്. എന്ത് പണിയാണത്? 93. ഞാൻ ആദ്യമേ പറഞ്ഞില്ല 93. വേണ്ട. വേണ്ടേ? ആ ചേച്ചി പറഞ്ഞു കൊടുക്ക്. ഞാൻ പറഞ്ഞു കൊടുത്തു, കേൾക്കണ്ടേ? എന്തായാലും സിന്ധു ടീച്ചർ വന്നല്ലേ, അതുകൊണ്ട് മാത്രം ആ. ആ 100-ൽ 100 ഇന്ന് കുഞ്ഞാറ്റയ്ക്ക്. താങ്ക് യു. ഒരു കുഞ്ഞാറ്റ മഴ.